ശക്തി, എന്താ നീ നോക്കുന്നേ? ഭർത്താവിന് ഒരു ഗ്ലാസ് കാപ്പി പോലും തരില്ലേ നീ? ഹലോ, എന്താ നോക്കുന്നേ? ഇവിടെ ദ്രോഹി, നീ ഒരു ഭാര്യയാണോ? ഇന്നലെ രാത്രി ദേഹത്ത് കുത്തുന്നെന്നും പറഞ്ഞ് നിങ്ങളല്ലേ അയച്ചു മാറ്റിയത്? ഞാനാ? നീ വല്ലയിടത്തും കൊണ്ടുകളഞ്ഞിട്ട് എന്നെ പഴിയാറില്ലേ? ഇന്നത്തെ ശകുനെ ശരിയല്ല. ഇന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഭാര്യയാണ് ഉത്തരവാദിത്തം. ഏയ്, കൽപ്രതിമ പോലെ ഞാനിങ്ങനെ നിൽക്കുമ്പോ എന്നെ വിട്ടിട്ട് ഒരു മഞ്ഞച്ചരട് തരുന്ന കാര്യം വേണ്ടത് നിങ്ങൾ വേണ്ട പോ. ശരി, താലി കണ്ടുപിടിച്ചിട്ട് നീ തന്നെ കെട്ടിക്കോ. ആരുമില്ലേ? ആരാ? മോള് ബിസിയാ? ഇല്ല. നന്നായിരുന്നോ? നന്നായില്ലേ? എന്ത്? ചേടാ, നല്ല ചൂടുള്ള മീൻകറി ഇന്നലെ ഒരു പാത്രത്തിൽ കൊടുത്തയച്ചിട്ട് മോള് കഴിച്ചിട്ട് അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. സോറി, വളരെ നന്നായിരുന്നു. ഒട്ടും മിച്ചം വെക്കാതെ കഴിച്ചു. ചോദിച്ചാലേ പറയുള്ളല്ലേ. ശരി, ആ പാത്രമെങ്കിലും തരുമോ? ഇപ്പൊ തരാം. ഇതല്ലേ? അത് തന്നെ. അയ്യോ, എന്റെ അടുത്ത് 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് എന്നെ കളിപ്പിച്ച ഞാൻ സഹിക്കും, പക്ഷെ ഇതിന്റെ മൂടി മാറ്റി ഞാൻ സഹിക്കില്ല. വരട്ടെ. ഇതെന്താ കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്ത്? ഇതെന്താ താലിമാല ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നേ? ഇത് ശരിക്കുള്ള താലിമാല തന്നെയാണോ? റിയൽ കല്യാണം തന്നെ ആയിരുന്നില്ലേ? ഈശ്വര, ഇത് ദുർനിമിത്തമാണല്ലോ. കാർത്തിക്, ഇത് നിങ്ങളുടെ പണിയാ? മനുഷ്യനെ നാണം കെടുത്തി. എവിടെ നിങ്ങള്? എന്തിനാ എന്നെ ഇങ്ങനെ? ശക്തി, നിന്റെ ഫ്രണ്ട് വന്നു. 1 മിനിറ്റിനുള്ളിൽ വഴക്ക് തുടങ്ങും. നോക്കോ. വെറുതെ പറയണ്ട, നീ നോക്ക്. നീ ആയിട്ട് തുടങ്ങാതിരുന്നാ മതി. ഞാൻ മിണ്ടില്ല. ഹായ് മീര. ഹായ്. ഹൈദരാബാദ് എന്തായി? ഹായ് ഭാര്യ, എന്തെടുത്തോണ്ടിരിക്കാ? ഹായ് ഹബി. നീ മാറ്, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇവിടെ ഷുവർ. മീര കാണുന്നു വിചാരിച്ചിട്ടല്ലേ? 30 seconds. ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. 25 seconds. 15 seconds. 10 seconds. ശക്തി, ശക്തിന്റെ പ്രോജക്ട് റിപ്പോർട്ട് എവിടെ? എനിക്കറിയില്ല. ശക്തി, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ള നാളെ എനിക്ക് പ്രസന്റേഷൻ ഉള്ള അറിയാമോ? ശക്തി, എന്റെ പേപ്പർ, ശക്തി, എന്റെ റിപ്പോർട്ട്. നേരി കാണുമ്പോൾ ഉള്ള സ്നേഹത്തിന്റെ ഒരു തരി കാണാത്തപ്പോഴുണ്ടായിരുന്നെങ്കിലോ. ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എന്ന് അന്വേഷിക്കാൻ പോലും സ്നേഹമില്ലാഞ്ഞിട്ടാണോ അമ്മേ? മനസ്സിനറിയണ്ട്. നിങ്ങൾ അറിയാഞ്ഞിട്ടോ? നിങ്ങളെയൊക്കെ ഓർത്ത് കരയാത്ത ദിവസങ്ങളെല്ലാം അറിയാം അമ്മയ്ക്ക്. എന്നെ ഓർത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും കരാറുണ്ടോ? ശപിച്ചിട്ടുണ്ടാവും അല്ലേ ചേച്ചി? നീ എങ്ങനെ ഇരിക്കുന്നു? എത്ര തവണ ഫോൺ ചെയ്തു നാടാർക്കടയിലേക്ക്? ഒരിക്കലെങ്കിലും ലൈനിൽ വന്നോ? നീ എന്നെ ഒഴിവാക്കിയില്ലേ? അച്ഛൻ എങ്ങനെ ഇരിക്കുന്നമ്മേ? റെയിൽവേ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്താമ്മേ, എന്താണ്ടായ? ഞാനെങ്ങനെ അറിയും? എനിക്ക് പഠിപ്പുണ്ടോ? അത് എന്താടി പറഞ്ഞു കൊടുക്ക്. ജോണ്ടിസ് എന്ന് പറഞ്ഞേ ഉടനെ ഡയഗ്നോസ് ചെയ്തോ? എത്ര ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട്? എനിക്ക് അച്ഛൻ ഉടനെ കാണണം. ഞാൻ വന്ന് നിന്നോട് പറഞ്ഞ കാര്യം അച്ഛൻ അറിയരുത്. അച്ഛൻ്റെ അസുഖം കുറയും നിന്നെ കണ്ട. ജന്മം തന്ന അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോ എന്നപേക്ഷിക്കാൻ വന്നതാ. ഹായ്. ഹായ്.
കാർത്തിക്, കാർത്തിക്. ആ ഏയ്, ഇന്ന് ജോലിക്ക് പോയില്ലേ? അച്ഛന് സുഖമില്ലത്രേ. നമ്മൾ പോയി. നമുക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. നമുക്ക് നമ്മൾ മാത്രമുള്ള നീ തന്നെയല്ലേ പറഞ്ഞത്? റെയിൽവേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നിന്റെ അടുത്ത് ആരാ പറഞ്ഞ ശക്തി? അതൊക്കെ എന്തിനാ? നിന്നോട് ആരാ പറഞ്ഞെന്ന്? അമ്മയെ പറഞ്ഞ ട്രെയിനിൽ വെച്ച് കണ്ടു. വീട് വരുമെന്ന് എന്നെ അറിയിക്കാതെ നിന്നോട് മാത്രമല്ലേ പറഞ്ഞത്? കാർത്തിക്, ഞാൻ പറയുന്നതൊന്ന് കേക്ക് കാർത്തിക്. അച്ഛനൊരു സാധാരണ റെയിൽവേ എംപ്ലോയിയാ. കഷ്ടപ്പെട്ട് കടം വാങ്ങി എന്നെ മെഡിസിന് പഠിപ്പിച്ചത്. ഇപ്പൊ അച്ഛന് സുഖമില്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ പോയി കണ്ടില്ലെങ്കിൽ ഡോക്ടർ ആയതുകൊണ്ട് എന്ത് കാര്യം? ആ ശരി, നീ പോയി അച്ഛനെ കണ്ടിട്ടോ. പക്ഷെ ഞാൻ വരുന്നില്ല. എനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യില്ലേ കാർത്തിക്? പ്ലീസ്. ശക്തി എന്റെ മാനോ അഭിമാനോ പണയം വെച്ചിട്ട് വരണമെന്നാണോ? അങ്ങനെ കൈ നീട്ടി അടിച്ചത് എനിക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ പോലെ എന്നെ അങ്ങനെ അടിച്ചിട്ടില്ല. ആ മുഖത്ത് നോക്കുന്നതിൽ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. ഈ ലോകത്ത് എനിക്ക് വേണ്ടപ്പെട്ടവരെ 10 പേര് പോലും ഇല്ല. അതിൽ നിങ്ങളെ വേണമെങ്കിൽ അവരെ ഉപേക്ഷിക്കണം, അവരെ വേണമെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞില്ലെങ്കിൽ ശക്തി തന്നെ എന്ത് വേണമെന്ന് ചിന്തിക്കേ. അവരെ വേണോ അവരുടെ വീട്ടിൽ പോകണോ? പൊക്കോ. തിരിച്ചു വരാൻ വരാതിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കുക പ്ലീസ്. സോറി ഗൈസ്, ഒരു കല്യാണം കഴിച്ചതിൻ്റെ പെടാപാട് കണ്ടില്ലേ? അപ്പോഴാ ഇവിടെ ചിലർ 2, 3 ഒക്കെ കഴിക്കുന്നത്. നമ്മുടെ രോഗം ചെയ്ത മാതിരി അല്ലേ? 2, 3 എങ്ങനെയുണ്ട് നിന്റെ അച്ഛന്? എനിക്കെങ്ങനെ അറിയാം? അതുകൊണ്ടല്ലേ നിന്നോട് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞത്. അച്ഛനെ കാണുന്നതിനേക്കാൾ ആത്മഹത്യയാണ് ഭേദമെന്നും പറഞ്ഞു. ശരി, നാളെ നമുക്ക് ഒരുമിച്ച് പോയാലോ? വേണ്ട കാർത്തിക്, നിങ്ങളെ മാനിക്കാത്തവരുടെ വീട്ടിലേക്ക് നമുക്ക് പോണ്ട. അതൊക്കെ വിട്ടുകള. നാളെ രാവിലെ തന്നെ നമുക്ക് പോവാം. അതെ, ഒരു കാര്യം, നീ അകത്ത് കയറി കണ്ടിട്ടോ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ വാ പ്ലീസ്. നമ്മൾ സന്തോഷമായി കഴിയുന്നത് അച്ഛൻ കാണട്ടെ. കാണുമ്പോൾ അച്ഛന് സന്തോഷമാവോ? അടി മേടിക്കുക. കാർത്തിക്, അച്ഛൻ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാ കാര്യാക്കില്ലല്ലോ? ഏയ്, ഇനി ഒന്നോടെ അടിച്ചാലും കൊണ്ടോളാം. ഓക്കെ ശക്തി. അയ്യോ ശക്തി, നോക്കടി, നിന്റെ അച്ഛൻ പോയല്ലോടി. ഇങ്ങോട്ട് നോക്കടാ, നിന്റെ മോള് വന്നിരിക്കുന്നടാ. നിനക്ക് ഇന്നലെ വന്നുള്ളല്ലോടി. നിന്റെ അച്ഛനെ കാണാൻ പറ്റില്ല. എടാ നോക്കടാ, നിന്റെ ചെല്ല കുട്ടി വന്നിരിക്കുന്നടാ. നോക്കടാ ഒന്ന്. അവനെ പോയി എന്തെങ്കിലും ചെയ്യണ്ടേ? എടീ നോക്കടി, നിന്റെ അച്ഛനെ ഒന്ന് നോക്കടി. അയ്യോ, എനിക്ക് ആ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂടപ്പറപ്പാണ്, അവനും പോയല്ലോ. എന്റെ ഈശ്വരാ. അയ്യോ എന്തിനാ പ്രസവിച്ചത്? എന്തിനാണ് സാറിനെ വളർത്തിയത്? അമ്മയോട് ആദ്യമായിട്ട് എതിർത്ത് സംസാരിച്ചപ്പോ കൈയും കാലും വെട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നൊരു സംഭവിക്കായിരുന്നു. എന്തിനാ അമ്മേന്റെ വീട് വിട്ട് പോകാൻ അനുവദിച്ചത്? അത് അമ്മയുടെ തെറ്റാ.
എന്നെ ഡോക്ടറെ കാണുന്നതല്ലാതെ അച്ഛന് വേറെ ഒരു ആഗ്രഹമില്ലായിരുന്നു. അച്ഛന് സുഖമില്ലാതായപ്പോ ഞാൻ എവിടെ ആയിരുന്നു അമ്മ? എന്തിനാണ് നിനക്ക് കല്യാണ കുടുംബം എന്ന് ചോദിച്ചാൽ എന്താ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാതിരുന്നത്? അച്ഛൻ എന്നോട് അത്രയ്ക്ക് വെറുപ്പായിരുന്നു. അവസാനം ഒന്ന് കാണാൻ പറ്റില്ലല്ലോ. ഞാൻ തെറ്റാ ചെയ്ത്, വലിയ തെറ്റാ ചെയ്ത്. അച്ഛൻ എന്നോട് ക്ഷമിച്ചിരുന്നെന്ന് പറയമ്മ. അമ്മ അച്ഛൻ എന്നോട് ക്ഷമിച്ചിരുന്നെന്ന് പറയമ്മ. അമ്മ പറയമ്മ. വേണ്ട, ഒരു നിമിഷമെങ്കിലും നിന്റെ അച്ഛനെ ജീവനോടെ എന്റെ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റുമോ നിനക്ക്? പറ്റില്ലല്ലോ. അപ്പൊ നീ മിണ്ടണ്ട. പറ്റൂ ഇവിടുന്ന്. മരണ വീട്ടിൽ പോയിട്ട് വരട്ടെ എന്ന് പറയില്ല. പൊയ്ക്കോ. ഞങ്ങളുടെ കല്യാണം കാരണം പൂർണ്ണിമയുടെ കല്യാണം മുടങ്ങി. രണ്ട് വീടും തകർന്നു. ഒന്ന് ചുടുകാട് പോലെയായി. ഏത് മുഖം വെച്ച് ഞാൻ ശക്തിയുടെ അടുത്ത് പോയി സംസാരിക്കും? അവസാനം വരെ പിണക്കത്തിലായിരുന്നു. ഇങ്ങനെ ഒരു മോള് തനിക്ക് പിറന്നല്ലോ എന്ന് ദുഃഖത്തിലാ പോയത്. കാല് പിടിച്ച് പറഞ്ഞത് ഒന്ന് കൂട്ടിക്കൊണ്ട് പോണമെന്ന്. നേരത്തെ ആണെങ്കിൽ ഒരു നോക്ക് കാണുമെങ്കിലും ചെയ്യായിരുന്നു. ഞാൻ കാരണം അതിന് പറ്റാതിരുന്നത്. പോട്ടെ വിട്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നത്? അച്ഛൻ എപ്പോഴും പറയും നിന്നെ ഒരു നല്ല പയ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. വേണ്ടപ്പെട്ടവർ മരിച്ചാലും നമ്മളെ വിട്ടു പോയില്ല ശക്തി. നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കാർത്തിക് നല്ലവനാണെന്ന് അച്ഛൻ അറിഞ്ഞു കാണും. അതാ ഇത്ര വേഗം പോയത്. നീ കാപ്പി കുടിക്കും മോളെ. ഇനി എത്ര നാളെന്നും പറഞ്ഞ ശക്തി നീ ഇങ്ങനെ പിന്നെ ഞാൻ എന്താ വേണ്ടേ? കരഞ്ഞ് കരഞ്ഞ് തീർക്കാൻ പറ്റുമോ ദേഷ്യം? എനിക്ക് വേറെ ആരോടും ദേഷ്യമില്ല. എന്റെ സ്വാർത്ഥത ഓർത്ത് എനിക്ക് എന്നോട് മാത്രമാണ് ദേഷ്യം. എന്റെ ഇഷ്ടം മാത്രം നോക്കി ഞാൻ വീട് വിട്ട് ഓടിപ്പോന്നവളല്ലേ. അതിന് ദൈവം തന്ന ശിക്ഷയത്. എന്തിനെങ്ങനെ വളച്ചെട്ടി പറയുന്നത്? നേരെ മുഖത്ത് നോക്കി പറ. എന്റെ അച്ഛനെ കൊന്ന നിങ്ങളാണെന്ന്. നിങ്ങളല്ല, ഞാൻ തന്നെയാ. ഒരു കാര്യം മനസ്സിലാക്ക്, പോയവർ ഒരിക്കലും തിരിച്ചു വരില്ല. നീ ഇങ്ങനെ കരയുമ്പോ എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്നെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് പറ. ഞാനും എങ്ങോട്ടെങ്കിലും പൊക്കോളാം ശക്തി. നിങ്ങൾ പൊയ്ക്കോ. എന്നാ പിന്നെ എനിക്ക് ആരുമില്ലെന്ന് ഓർത്ത് ഞാൻ ഇവിടെ ഉരുകി ഉരുകി ചത്തോളാം. പോരെ, എന്റെ തലയെഴുത്ത് എന്താണോ അതുപോലെ നടക്കട്ടെ. ഒന്ന് നിർത്താമോ? ഈ ജന്മത്തിന് എന്നോട് സംസാരിക്കണ്ട. എല്ലാം എനിക്ക് മതിയായി. സോറി, ഞാൻ പറയാൻ വന്നത്. ഒന്നും പറയണ്ട, സാരമില്ല. അച്ഛനില്ലാതെ എനിക്ക് കഴിയാനാവുമെങ്കിൽ നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾ വിഷമിക്കണ്ട. എവിടെ പോവാ? മതി, ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട.